കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ നെന്മാറ ബ്ലോക്ക് നേതൃത്വത്തിൽ ഏകദിന ശില്പശാല നടത്തി. നെന്മാറ പെൻഷൻ ഭവനിലാണ് ശില്പശാല നടത്തിയത്. ശില്പശാല യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ചു ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നിരവധി തവണ നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. സർക്കാരിന്റെ നയവും അവർ നടപ്പാക്കുന്ന പരിപാടികളെല്ലാം പെൻഷൻകാർക്ക് ആശ്വാസകരമായിട്ടുള്ള നടപടികളല്ല എന്ന് ഈ കഴിഞ്ഞ 100 ദിവസത്തിനകത്ത് നമുക്ക് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് എല്ലാ വിഭാഗം ജനങ്ങളും, എല്ലാ വിഭാഗവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ഓണം അടുത്തു, നമുക്ക് വലിയ മെച്ചമൊന്നുമില്ല, പഴയത് തന്നെ അല്ലേ ഉള്ളേട്ടാ. യാതൊരു മാറ്റമില്ലാതെ തുടരുകയാണ് എന്ന് പറയുന്നത്, മാറ്റമില്ലാതെ അങ്ങനെ തുടരുകയാണ്. അതുപോലെ നമുക്ക് കിട്ടണം. ഏതായാലും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ 2% DR ആയിട്ടില്ല. വിസ്മയം തീർക്കുന്നു പറഞ്ഞവർ ഇപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ പറ്റിക്കുന്ന ഒരു ഇടപെടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വിസ്മയമായിട്ട് മാറുകയാണ്. എന്താണെങ്കിലും ഒരു നല്ല വഴിക്കല്ല ഈ സർക്കാർ പോകുന്നത് എന്ന് നമുക്ക് ഈ കഴിഞ്ഞ 2-3 മാസത്തിനകത്ത് ഓരോ വ്യക്തിക്കും, കേരളത്തിലുള്ള വ്യക്തിക്കും മനസ്സിലായി കഴിഞ്ഞു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ അതിനെതിരെയുള്ള ജനകീയ രോഷം പൊട്ടി വിടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും സമരമില്ലാത്ത ഒരു ദിവസമില്ല. യൂണിയൻ നെന്മാറ ബ്ലോക്ക് പ്രസിഡന്റ് ബെന്നീസ് കറിയ അധ്യക്ഷനായി. മെഡിസെപ് കൺവീനർ മോഹൻദാസ് മെഡിസെപ് എന്ന വിഷയത്തിലും സംഘടന എന്ന വിഷയത്തിൽ ജില്ലാ സെക്രട്ടറി PN മോഹൻദാസും ക്ലാസ് എടുത്തു. K നാരായണൻ, സെയ്ദ് മൊയ്തീൻ ഷാ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.